കരുവന്നൂർ ബാങ്കിന് മുന്നിൽ സമരവുമായി ബി.ജെ.പി. നിക്ഷേപകരുടെ പണം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ബി.ജെ.പി. പൊറത്തുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, ഈ സമരം ശക്തമായി പുരോഗമിക്കുകയാണോ? എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, വിശദാംശങ്ങൾ? ഗൗതം, ഏകദിന ധർണാ സമരമാണ് ഇന്ന് ബി.ജെ.പി. സൂചകമായി പ്രഖ്യാപിച്ചത്. ഇന്ന് ബി.ജെ.പി. പൊറത്തുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. തൃശൂർ ജില്ലയിൽ കരുവന്നൂർ ബാങ്ക് ഒട്ടേറെ വിവാദങ്ങളിൽ പെടുകയും കോടികളുടെ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടും നടക്കുകയും ഇ.ഡി. അന്വേഷണം അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതുമായ ബാങ്കിൽ നിക്ഷേപകർ വലിയ നിലയിൽ പ്രതിസന്ധിയിലാണ്. പലരും ആത്മഹത്യയുടെ വക്കിലാണ്. ഇതിനോടൊപ്പം തന്നെ ജീവിതത്തിന്റെ സമ്പാദ്യങ്ങൾ അടക്കം പൂർണ്ണമായും ബാങ്കിനെ വിശ്വസിച്ച് നിക്ഷേപിച്ച പലർക്കും ഇത്രയുമധികം പ്രതിസന്ധികൾ ഉണ്ടായ ബാങ്കിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ ഘട്ടം ഘട്ടമായി ആളുകൾക്ക് പണം തിരികെ നൽകും. ഒരാളുടെയും പണം നഷ്ടമാകില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴും നിരവധി ആളുകൾ ഇത്തരത്തിൽ പണം ലഭിക്കാതെ ബാങ്കിന് മുന്നിൽ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പി. ഇത്തരം ഒരു സമരവുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് ആണ് നമ്മൾ മാടായിക്കോണം സ്വദേശിയായ കുശിനാഥന്റെ ചികിത്സാ ആവശ്യത്തിന് പണം പിൻവലിക്കാൻ ശ്രമിച്ചിട്ടും അത് കിട്ടാത്തതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് ബി.ജെ.പി. ഒരു സമരവുമായി ഇവിടേക്ക് എത്തുന്നത്. ബാങ്കിന് മുന്നിൽ നടത്തിയ സമരത്തിൽ നിക്ഷേപകർക്ക് ഉടൻ പണം മടക്കി നൽകണമെന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ബാങ്കിൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് ഈ പണം മടക്കി നൽകുന്നില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ശരി, തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.